കാരണം പൂരം എന്ന് പറയുന്നത് ഈ പാറമേക്കാവും തിരുവമ്പാടിയും രണ്ടമ്പലങ്ങളും മാത്രമല്ല, ഇതിൽ കുറേയധികം ദേശങ്ങളും കുറേയധികം അമ്പലങ്ങളും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ഒരു 3-4 മാസം മുമ്പ് ഒരു അമ്പലത്തിൽ, തൃശ്ശൂരിൽ നിന്ന് കുറച്ചകലെ ഒരു അമ്പലത്തിൽ പോയപ്പം പൂരം തുടങ്ങുന്ന ഇവിടുന്നാണ് എന്ന് അവിടെയുള്ള ആളുകൾ പറയുന്നു. അപ്പോൾ പല അമ്പലങ്ങളും പല ദേശങ്ങളും പല നാട്ടിൽ നിന്നുള്ള ആളുകളും ഒക്കെ ഒത്തുചേർന്നാണ് ഈ പൂരം നടത്തുന്നത്. അതുപോലെ ഈ പാറമേക്കാവ് ഭഗവതിയുടെ മൂലസ്ഥാനം എലഞ്ഞിത്തറയാണെന്ന് പറയുന്നു. അപ്പോൾ വളരെ പ്രൗഢിയോടെ ആനകളൊക്കെ ആയിട്ട് ഈ എലഞ്ഞിത്തറയിലേക്ക് വരുന്ന കാര്യങ്ങളും, അപ്പോൾ അതിൽ കുറേ റിച്വൽസ്, ആചാരങ്ങളുണ്ട്. അപ്പോൾ അത് സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായ അവിടുത്തെ ഒരു സാമൂഹ്യമായ പല ദേശക്കാരുടെയും പല നാട്ടുകാരുടെയും പല പ്രദേശങ്ങളുടെയും ഒക്കെ ഒരു ഉത്സവവും അവരുടെ എല്ലാവരുടെയും പങ്കാളിത്തവും ഒക്കെയുള്ള ഒരു കാര്യമാകുമ്പോൾ അവിടുത്തെ സാംസ്കാരികമായിട്ട് ഒന്നിപ്പിക്കുന്ന, സാമൂഹ്യമായിട്ട് ഒന്നിപ്പിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് ഈ പൂരം.